ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊളൈറ്റ് വേർഡ്സ് ആണ്. അതായത് നിങ്ങൾക്ക് മുമ്പേ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പൊളൈറ്റ് വേർഡ്സ് എന്താണെന്നും അതിനെപ്പറ്റി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട്, പൊളൈറ്റ് വേർഡ്സ്. അതായത് താങ്ക് യു, സോറി, പിന്നെ അങ്ങനെ എക്സ്ക്യൂസ് മീ, അങ്ങനെയൊക്കെ ചില മെയിനായിട്ട് നമ്മൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് താഴ്മയായിട്ട് സംസാരിക്കുക എന്നൊക്കെ രീതിയിലാണ് നമ്മൾ പൊലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊരു വീഡിയോയിൽ. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ഒരാളോട് റെസ്പെക്ട് കാണിക്കുമ്പോൾ നിങ്ങൾ, താങ്കൾ, അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റോടു കൂടി നമ്മൾ പറയാനായിട്ട് ശ്രമിക്കും. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ വൈ ഓ യു വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയാറുള്ളത്. അതായത് റെസ്പെക്ട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ അമ്മമാരായാലും നമ്മൾ സെയിം ഏജ് ആയാലും നമ്മളെക്കാളും താഴെ ആയാലും നമ്മൾ യു എന്ന് വെച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ അതുകൊണ്ടാണ് പൊലൈറ്റ് വേർഡ്സ് വരുന്നത്. അപ്പൊ നമ്മൾ പ്ലീസ് മദർ, പ്ലീസ് മോം, പ്ലീസ് ഡാഡ് എന്നൊക്കെ നമ്മൾ പ്ലീസ് വെച്ചിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി പൊലൈറ്റ്നെസ് തോന്നും. അതിലുപരി ലൈക്ക് ഒരു റെസ്പെക്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ സോറി എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ താങ്ക് യു എന്ന് പറയാം. പിന്നെ ഒരാളെ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരാളുടെ അഡ്രസ്സ് ചോദിക്കുക, നമുക്ക് പോകാനുള്ള സ്ഥലം അറിയത്തില്ല. അപ്പൊ അങ്ങനെ അഡ്രസ്സ് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മളിപ്പോ ആന്റി, അങ്കിൾ, ചേച്ചി, ചേട്ടാ എന്നൊക്കെ പറഞ്ഞത് മലയാളത്തിൽ പറയും. അപ്പൊ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വിളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഒരാളെ നമുക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ റോഡിൽ കൂടി നടക്കുക, ഇപ്പൊ ഒരു അമ്പലത്തിൽ, ഇപ്പൊ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ വന്നാൽ നമുക്ക് ഒരു അമ്പലത്തിൽ പോകണം. അപ്പൊ നമുക്ക് വരി ചോദിക്കാനായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ മലയാളത്തിൽ ഇപ്പൊ അവര് എന്താ അവരാ സ്ത്രീകളാണോ പുരുഷന്മാരാണോ നോക്കിയിട്ട് നമ്മൾ അതുപോലെ വിളിക്കും. ആന്റി ആണോ അങ്കിൾ ആണോ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് അവർ ഏതായാലും നമ്മൾ എക്സ്ക്യൂസ് മീ എന്നാണ് പറയുക. പേരറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു ഗോ ഫോർ ദ ടെമ്പിൾ എന്ന് പറയും. ഏത് ടെമ്പിളിലാണ് പോകുന്നത് ആ ടെമ്പിളിൽ നമ്മൾ അങ്ങനെ പറയും. അപ്പൊ അവർക്കത് കുറച്ച് ഒരു ബഹുമാനം പോലെയാണ്, ഒരു റെസ്പെക്ട് പോലെയാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ആ വീഡിയോ ഒന്ന് ടാഗ് ചെയ്യാം. ഓക്കെ, ഡിസ്കഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് പൊലൈറ്റ് വേർഡ്സും എന്താണെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡിസ്കഷൻ ബോക്സിൽ കണ്ടു നോക്കാം. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.